പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എങ്ങനെയിരിക്കുന്നു? സുഖം തന്നെയല്ലേ? യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സന്തോഷമായിരിക്കണം. ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ശേഷവും എനിക്ക് കിട്ടേണ്ട മര്യാദ പോലും കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ചിലർ തളർന്നിരിക്കുകയാണ്. നിങ്ങളങ്ങനെയാണോ? ഒന്നും ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് കേട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എല്ലാം ശരിയാകും. മനസ്സിലായോ? ഇന്ന് ദൈവം തരുന്ന വാഗ്ദാനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണോ? സദൃശവാക്യം 22-ാം അധ്യായം 4-ാം വാക്യം. താഴ്ചയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഒരു മനുഷ്യന് ആവശ്യമുള്ള അനുഗ്രഹം ധനവും മാനവും ജീവനുമാണ്. ഈ 3 അനുഗ്രഹങ്ങളും വേദവചനം നൽകുന്നു. നിങ്ങൾക്ക് ധനം വേണം. പണമില്ലാതെ ഒന്നും ചെയ്യാനാവില്ലല്ലോ. മക്കളെ പഠിപ്പിക്കാനാവില്ല. അതുപോലെ നമുക്ക് ദൈനംദിന ജീവിതം നയിക്കാനാവില്ല. നമ്മുടെ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും ഒന്നും നിറവേറ്റാൻ സാധിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മളൊരു വരുമാനത്തിനായി ആഗ്രഹിക്കുന്നത്. ദൈവം നാം ഐശ്വര്യമുള്ളവരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. നിങ്ങൾ സമ്പൂർണമായി ഐശ്വര്യമുള്ളവരായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ഐശ്വര്യമുള്ള ദൈവമായി ഇരുന്നിട്ടും ദരിദ്രനായി നമ്മെ ഐശ്വര്യമുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടി എന്ന് വചനം പറയുന്നു. അപ്പോൾ ഐശ്വര്യവും മഹിമയും, നാം എന്ത് ജോലി ചെയ്താലും അതിനൊരു മര്യാദ കിട്ടണമല്ലോ. ചിലർക്ക് വീട്ടിൽ മര്യാദയില്ല. കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും ജോലി ചെയ്യുന്ന സ്ഥലത്ത് മര്യാദയില്ല. എത്ര അധ്വാനിച്ചാലും മര്യാദയില്ലെന്ന് കരുതുന്നു. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ഐശ്വര്യത്തെ മാത്രമല്ല നിനക്ക് മഹിമയും നൽകുമെന്ന് വാക്ക് തരുന്നു. ജീവൻ നൽകും. നല്ല ആരോഗ്യമുള്ളൊരു ജീവിതം, നിത്യജീവൻ. ഈ അനുഗ്രഹം തരുമെന്ന് പറയുന്നു. ആർക്കാണ് തരിക എന്നറിയാമോ? താഴ്മയുള്ളവർക്ക്. കണ്ടോ, ഇതിൽ പറയുന്നു, താഴ്മയുള്ളവർക്കും യഹോവ ഭക്തിയുള്ളവർക്കും. ഗർവത്തോടെ നടക്കുകയാണെങ്കിൽ ദൈവം എതിർത്ത് നിൽക്കും. പണത്തിന്റെ ഗർവം, ജാതിയുടെ ഗർവം, ഇനത്തിന്റെ ഗർവം, ഒരു ഗർവവും നമുക്കുണ്ടാവരുത്. ദൈവം നമുക്ക് നൽകിയ കൃപ കാരണമാണ് നാം ജീവനോടെ ഇരിക്കുന്നത്. അതിനാൽ താഴ്മയോടെ ജീവിക്കണം. ഇതെല്ലാം ദൈവം നൽകിയ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രമെന്ന് താഴ്മയോടെ നടക്കണം. യഹോവയ്ക്ക് ഭയപ്പെട്ട് നടക്കണം. ദൈവം എല്ലാം കാണുന്നുണ്ട്. അവന്റെ ദൃഷ്ടിയിലാണ് ഞാനുള്ളത്. ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. ഒരവിവേകവും കാണിക്കരുത്. യഹോവ എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന ഭയത്തോടെ നിങ്ങൾ നടന്നാൽ മതിയാകും. ഐശ്വര്യവും ജീവനും മാനവും നിങ്ങളെ തിരഞ്ഞുവരും. അതിനാൽ ഇന്ന് നമ്മെ സമർപ്പിക്കാമോ? ദൈവമേ, ഒരിക്കലും ഞാൻ ഗർവത്തിനിടം കൊടുക്കുകയില്ല. താഴ്മയോടെ നടക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ചോദിക്കൂ. നിനക്ക് ഭയപ്പെടുന്ന ഭയത്തോടെ ഞാൻ ജീവിക്കണം ദൈവമേ എന്ന് ചോദിക്കൂ. എങ്കിൽ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമോ? ദൈവമേ, പിതാവേ, അങ്ങെനിക്ക് ഐശ്വര്യവും മാനവും തരുന്ന ദൈവമാണ്, ജീവൻ നൽകുന്ന ദൈവമാണ്. പക്ഷെ ഞാൻ താഴ്മയോടെ ജീവിക്കണം. എന്റെ മനസ്സിൽ ഗർവം കടന്നുകൂടാൻ പാടില്ല. കാക്കേണമേ. യഹോവയ്ക്ക് ഭയപ്പെട്ട് ഭയന്ന് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.